തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ് ഡൽഹിയിൽ പോയിരിക്കുന്നു. രാഷ്ട്രീയമായി അദ്ദേഹം BJP രാഷ്ട്രീയത്തിലേക്ക് പോകുമെന്നും കേന്ദ്രമന്ത്രിയാവുമെന്നൊക്കെ പറഞ്ഞുള്ള ഊഹാപോഹങ്ങളൊക്കെ ഉണ്ട്. രാജ്യസഭ MP ആവുന്നു, കേന്ദ്രമന്ത്രിയാവുന്നു, ഇങ്ങനെ പല ഊഹാപോഹങ്ങളുമുണ്ട്. പക്ഷേ ഇപ്പോൾ പോയിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ചില പ്രോജക്റ്റുകൾക്കുള്ള സപ്പോർട്ട് ഡൽഹിയിൽ നിന്ന് കിട്ടുന്നതാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുവനന്തപുരം നഗരം അടിസ്ഥാനപരമായി ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നഗരത്തിലെ വെള്ളക്കെട്ട്. അത് തമ്പാനൂരും ഈസ്റ്റ് ഫോർട്ട് മാത്രമല്ല, നഗരമാകെ കൃത്യമായി റീഡിസൈൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അത് 7-8 വകുപ്പുകൾ അതിനകത്ത് കൈകാര്യം ചെയ്തേ കഴിയുള്ളൂ. മേജർ ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ, അതുപോലെ തന്നെ LSGD, PWD, റെയിൽവേ തുടങ്ങിയ 7-8 ഏജൻസികൾ കൈവച്ചാൽ തീരുന്നൊരു വിഷയമാണത്. ഏതെങ്കിലും ഒരു കോർപ്പറേഷനോ ഒരു മേയറോ കുറേ കൗൺസിലർമാർ മാത്രം വിചാരിച്ചുകൊണ്ട് തീരില്ല വിഷയം. അത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. രണ്ടാമത്, അർബൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് തിരുവനന്തപുരത്ത് ചെയ്യാൻ പറ്റുന്നതാണ്, കൃത്യമായി ചെയ്യേണ്ടതാണ്. അതിൽ രണ്ടുണ്ട് ഗുണം. ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ വിഴിഞ്ഞം ഭാഗത്ത് ടാങ്കർ ലോറിയിലാണ് വെള്ളം കൊടുക്കുന്നത്. മഴയുടെ നാടാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുക്കുകയാണ്. ഇങ്ങനെ പരിതാപകരമായ ലോകം വേറെ ഉണ്ടോ? നാളെ നമ്മൾ അതിനെ സംബന്ധിച്ച് വീഡിയോ ചെയ്യും. ഇന്നിപ്പോൾ വീഡിയോകളുടെ എണ്ണം ക്രോസ് ചെയ്യുന്നതുകൊണ്ട് നാളെ നമ്മൾ അതിനെക്കുറിച്ച് ചെയ്യും. എന്ത് പരിതാപകരമാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അപ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നമുക്ക് പറ്റുമോ? ഗ്രൗണ്ട് വാട്ടർ റീചാർജ് മെഷേഴ്സ് തിരുവനന്തപുരത്ത് പറ്റുമോ? അതുപോലെ തന്നെ സോളാർ എനർജി വളരെ കൃത്യമായി തിരുവനന്തപുരത്ത് പറ്റുമോ? ഇതിനേക്കാളൊക്കെ പ്രധാനം ഫ്ലഡുമായും മറ്റ് അസുഖങ്ങളുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റിന് തിരുവനന്തപുരത്ത് ശക്തമായ ഒരു പരിപാടി ഉണ്ടോ എന്നുള്ളത് വളരെ ഗുരുതരമായ ചിന്തയാണ്. അപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചും ആലോചിക്കണം. ഇൻഡോർ മാതൃകയൊക്കെ ഉണ്ടെന്ന് പറയാം, പക്ഷേ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ പ്രാകൃതമാണ്, വളരെ അൺഎത്തിക്കലാണ്, പിന്നെ എന്താണ്, പ്രൊഫഷണൽ അല്ല, വളരെ മോശമാണ്. ഇതെങ്ങനെ കൃത്യമായി കൊണ്ടുവരാൻ പറ്റും? പിന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. എല്ലാ വാർഡിലും എല്ലാ സമയത്തും 7-24 കുടിവെള്ളം കൊടുക്കാൻ നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. ആ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ തെരുവ് വിളക്കുകളുടെ പ്രശ്നമുണ്ട്. തെരുവ് നായയുടെ പ്രശ്നം കുറേശ്ശെ പരിഹരിച്ച് വരുന്നു. ഇങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ട്. പിന്നെയാണ് തൊഴിൽ, മറ്റേ ആനുകൂല്യങ്ങൾ, IT ഒക്കെ ഉള്ള ടൂറിസം ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ബേസിക് ഇലമെൻറ്റ്സ് എന്ന് പറയുന്ന ഫ്ലഡ്, വേസ്റ്റ്, ഇലക്ട്രിസിറ്റി, ഡ്രിങ്കിങ് വാട്ടർ, റോഡ് കണക്ടിവിറ്റി, ഇങ്ങനെ ഒരു 4-5 ഐറ്റത്തിൽ തിരുവനന്തപുരം സിറ്റി വട്ടം കറങ്ങുകയാണ്. അതുപോലെ വാഷ്റൂമുകൾ വനിതകൾക്കൊക്കെ വനിതകൾക്കല്ല പുരുഷന്മാർക്കായാലും പുറത്തിറങ്ങിയാൽ ഹോട്ടലുകളിൽ ചെന്നാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ മെഡിക്കൽ കോളേജ് ഭാഗത്ത് അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ ഹോട്ടലിൽ കയറുമ്പോൾ റൂമില്ല, പിന്നെ വാഷ്റൂമില്ല. പിന്നെ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനകത്ത് കയറണം. അവിടെ നമ്മളെ കയറ്റുമോ? കയറില്ല. പിന്നെ എവിടെയാണിത് പോവുക? അപ്പോൾ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥലങ്ങൾ, അതുപോലെ ജനറൽ ഹോസ്പിറ്റൽ പോലുള്ള സ്ഥലങ്ങൾ, വളരെ പ്രമുഖമായിട്ട് ജനക്കൂട്ടം വരുന്ന സ്ഥലങ്ങളിൽ നല്ല വാഷ്റൂമുകൾ ഉണ്ടാക്കിയിട്ടാൽ പോലും കാശുണ്ടാക്കാന്നേ, പക്ഷേ അതിനൊന്നും ഒരു വിഷൻ ഇല്ല. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ കൃത്യമായ ഒരു വിഷൻ ഉള്ള പരിപാടി നടപ്പിലാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടായിരിക്കാം നിതിൻ ബാബുവിനെ കാണാൻ പോകുന്നത്. ഈ പോയത് വലിയൊരു സംഘം തിരുവനന്തപുരത്ത് വരണം, വന്ന് നല്ല പണവും കൊണ്ടുവന്നുകൊണ്ട് കേരള സർക്കാരിൻ്റെ ഇപ്പോൾ ഭാഗ്യവശാൽ ഇപ്പോൾ LDF സർക്കാരല്ല, LDF സർക്കാരാകുമ്പോഴാണ് ഈ BJP എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് എന്ത് പരിപാടി വന്നാലും ഇവിടെ തടഞ്ഞു വെക്കുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ട്. UDF ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ക്ലീൻ ചിറ്റാണ്. അവർക്ക് പ്രശ്നം പരിഹരിക്കണമെന്നുണ്ട്. അതിൽ അവർക്ക് കിട്ടാനുള്ള ഷെയർ ഷെയർ മീൻസ് പിന്നെ അവർക്ക് കിട്ടാനുള്ള ബെനിഫിറ്റ്സ് ഇൻ ദ സെൻസ്, ഞാൻ പണമല്ല ഉദ്ദേശിച്ചത്, അതിൻ്റെ മൈലേജ്, അവർക്ക് കിട്ടാനുള്ള മൈലേജ് അവരെടുത്തോളും, ക്രെഡിറ്റ് അവരെടുത്തോളും, BJP എടുത്തോളും. വലിയ വിഷയമൊന്നുമില്ല. ഇവിടെ പിണറായി വിജയൻ ഭരിച്ചു, പിന്നെ രാജീവ് ചന്ദ്രശേഖർ പോയി കണ്ടോ? ഇല്ല. അപ്പോൾ MLA അല്ല, എന്നാലും പോയി കണ്ടില്ല. അതേസമയം ഇത് MLA ആയതിനു ശേഷം മുഖ്യമന്ത്രി VD സതീശനുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു, സ്വകാര്യമായി അവർ ചർച്ച ചെയ്തു. ഇത് വികസനത്തിൽ ആവശ്യമുണ്ട്. ബാക്കി രാഷ്ട്രീയം നമുക്ക് പറയാം, പക്ഷേ വികസനത്തിൽ ഈ ഒരു ഒത്തൊരുമ, കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട പരമാവധി ആനുകൂല്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഉപജീവന കാര്യത്തിൽ, കുടുംബശ്രീ പോലുള്ള കാര്യത്തിൽ, ലൈവ്ലി മിഷൻ്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ ധാരാളം പണമുണ്ട്. അത് കൊണ്ടുവരാൻ പറ്റണം. അർബൻ എൻവയോൺമെൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ക്ലൈമാറ്റ് ചേഞ്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ്, എൻവയോൺമെൻറ്റ് ആൻഡ് ക്ലൈമാറ്റ് ചേഞ്ച് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരുപാട് പണം കേന്ദ്രത്തിലുണ്ട്. അതെല്ലാം കൊണ്ടുവരാൻ പറ്റണം.
അപ്പോൾ ഇതെല്ലാം കൊണ്ടുവരുന്ന ഒരു പദ്ധതിയായിട്ട് കേരളത്തിൽ ഇത് നടക്കട്ടെ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെ വിഷയമായ രാജേഷ് അവിടെ ചെന്ന് എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഇനി പൊളിറ്റിക്കലായിട്ടും രാജേഷിന് ഒരു മൈലേജ് കിട്ടുന്നതാണ്. കുറേ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അത് രാജേഷിനെ മാറ്റി ഇനി ശ്രീലേഖ വയ്ക്കാനുള്ള ചർച്ച കൂടെ നടത്തുമോ? നിതിൻ ബബിനാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രാജ്യസഭ എംപിയോ അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് ഒരു പൊസിഷൻ രാജേഷിന് കൊടുത്തിട്ട് ഇവിടെ ശ്രീലേഖ IPS വയ്ക്കുമോ നമുക്കറിയത്തില്ല. അങ്ങനെയാണോ നമുക്കറിയത്തില്ല വിളിച്ചിരിക്കുന്നത്. അല്ല, രണ്ടായാലും തിരുവനന്തപുരം നഗരത്തിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ 5 വർഷങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു കാര്യത്തിൽ രാജേഷിനെ നമ്മൾ സമ്മതിക്കണം. അദ്ദേഹത്തിന് അഴിമതിയും സ്വജനപക്ഷപാതമൊന്നും ഇല്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. അതിപ്പോൾ പാളയം ചന്തയുടെ മാർക്കറ്റിൻ്റെ വിഷയമായാലും, അതുപോലെ തന്നെ ഈ മാലിന്യം പിടിക്കുന്ന കാര്യമായാലും, പിന്നെ പട്ടിയെ പിടിപ്പിക്കുന്ന നായ്ക്കളെ പിടിക്കുന്ന കാര്യമായാലും, പ്രളയം തീർക്കുന്ന കാര്യമായാലും, അത് എടുക്കുന്ന എഫർട്ട് വളരെ വലുതാണ്. എനിക്ക് VV രാജേഷിൻ്റെ 2-3 മാസക്കാലത്തെ പ്രവർത്തനം കൊണ്ട് ഞാൻ നിരീക്ഷിക്കുന്ന 2 വാക്കിലാണ്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് VV രാജേഷിന്. ആയുധവുമില്ല, തന്ത്രങ്ങളുമില്ല. അപ്പോൾ ആയുധങ്ങളും തന്ത്രവും കൊടുത്ത് അവരെ സഹായിക്കാൻ ബാക്കിയുള്ളവർ കൂടി സജ്ജമാവുക.